Hey guys and welcome back to Best Car Picks. ഈ സെഗ്മെന്റിൽ പൊതുവെ വരുന്ന വണ്ടികളിലൊക്കെ ബേസ് മോഡൽ ഇന്ന് വരെ കൊടുക്കാത്ത ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ സ്കോഡ പുതിയ കുഷാക്ക് ഇറക്കിയത്. അവരത് ലോഞ്ചിൻ്റെ സമയത്ത്, അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം വണ്ടി കാണിച്ച സമയത്ത് തന്നെ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാർച്ചിൽ ലോഞ്ച് ആവേണ്ട വണ്ടിയാണ്, പക്ഷേ ഇതുവരെ പ്രൈസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും അവരിതിൻ്റെ ബേസ് മോഡൽ ഇപ്പോൾ എടുത്ത് ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ക്ലാസിക് പ്ലസ് എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. ആൻഡ് നമ്മളിതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ അവരിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന നിങ്ങൾ ബേസ് മോഡലാണ് കേട്ടോ. ഈ ഷെയ്ഡ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് എല്ലാം തന്നെ വരുന്ന ഫുള്ളി LED ഫിനിഷിങ്ങിലാണ്. ടോപ്പിൽ കിട്ടുന്ന അതേ ഡിസൈൻ തന്നെയാണ്. നമുക്ക് നടുവിലത്തെ ആ ഒരു ഗ്രില്ലിന് കണക്റ്റഡ് ബാർ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ ബാക്കി സംഭവങ്ങൾ, അതായത് ടേൺ ടിക്കറ്റേഴ്സ് ആയിക്കോട്ടെ, മെയിൻ ഹെഡ് ലാംപ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് LED ഫിനിഷിലാണ് വരുന്നത്. അതിന് താഴത്തായിട്ടൊരു LED ഫോഗ് ലാംപ്സ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് ഫ്രണ്ടിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഗ്രില്ലിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്രോമോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്തായാലും നിങ്ങളൊരു ബേസ് മോഡൽ വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്കങ്ങനെ, അതായത് ടോപ്പ് ആൻഡ് വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓവറോൾ ഫിനിഷിങ്ങിലൊന്നും ഒരു വ്യത്യാസമില്ല. ഓവർ വീംസ് ബോഡി കളർഡാണ്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഓൾമോസ്റ്റ് ബോഡി കളർ ഫിനിഷിലാണ് കിട്ടുന്നത്. നടുവിൽ ചെറിയ രണ്ട് വരെ ഡിസൈനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ സൈഡ് ബോഡി ക്ലാഡിങ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൈഡിൽ സ്കോഡയുടെ ലെറ്ററിംഗ് ഉണ്ട്. ഇനി വീൽസ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും ബേസ് മോഡൽ അല്ലെങ്കിൽ വീൽസ് മിക്ക വണ്ടിയിലും കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് ഹോണ്ട സിറ്റിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ബേസ് മോഡൽ അല്ലെങ്കിൽ വീൽസ് കൊടുക്കുന്ന സ്കോഡ തന്നെയായിരിക്കും. 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സംഭവം സിൽവർ വീൽസ് ആണ്, 16 ഇഞ്ച് ആണ്, അതൊക്കെ ഓക്കെ. പക്ഷേ സാധാരണ വണ്ടികൾ നമുക്ക് നോർമലി 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് അല്ലെങ്കിൽ കൂടിപ്പോയ 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്. ഇവർ അറ്റ്ലീസ്റ്റ് അലോയെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ടയർ സൈസിൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 205 സെക്ഷൻ ടയർസ് ആണ് വരുന്നത്. അത്യാവശ്യം വിട്ടുണ്ട്. പിന്നെ 60 R60 ആണ് ടയർ സൈസ്. ഇനി റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അഗൈൻ നമ്മൾ ഫ്രണ്ടിലത്തെ കാര്യം പറഞ്ഞ പോലെ നോർ ഈവൻ സൈഡ് ആണെങ്കിൽ പോലും ബാക്കിലും നമുക്ക് ഒരു രീതിയിലും ബേസ് മോഡലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒന്നും ഈ വണ്ടിക്കകത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ട്, LED ടെയിൽ ലാംപ്സ് ഉണ്ട്. സ്കോഡയുടെ ഇലൂമിനേറ്റഡ് ലെറ്ററിംഗ് ആണ് ബാക്കിലും കിട്ടുന്നത്. അങ്ങനെ അപ്പം തന്നെ നമുക്കൊരു പ്രീമിയം ടോപ്പ് എൻഡ് കിട്ടുന്ന അതേ ഫിനിഷ് തന്നെ വന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ബേസ് മോഡലിൽ തന്നെ റിയർ ഡിഫോഗർ, റിയർ വൈപ്പർ, അതുപോലെ റിയർ വാഷർ, ഈ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതും ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴും പല കമ്പനികളും മിഡിൽ വേരിയൻ്റ് പോലെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ സ്കോഡ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊരു ഗംഭീര ഫീച്ചറായിട്ട് എനിക്കും തോന്നി. പിന്നെ നമുക്ക് ചെറിയൊരു സ്പോയിലർ, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ്, LED ആണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ബേസ് മോഡലിൽ ആരും ഏതായാലും സൺറൂഫ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ വണ്ടിയിൽ അതും കിട്ടുന്നുണ്ട്. നമുക്ക് ബേസ് മോഡൽ മുതൽ ഇതിൻ്റെ അകത്ത് സിംഗിൾ പെയിൻ സൺറൂഫ് അവൈലബിൾ ആണ്. ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടി വന്നപ്പം സ്കോഡ ഇതിനകത്ത് പാനോറാമിക് സൺറൂഫ് ടോപ്പ് ആൻഡ് മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ബേസ് മോഡൽ ഇനിയിപ്പോൾ ഒരു കുറവ് വേണ്ട എന്ന് വിചാരിച്ച് അവർ പണ്ടത്തെ വണ്ടിയിലുണ്ടായിരുന്ന ടോപ്പ് ആൻഡിൽ അതേ സൈസുള്ള സിംഗിൾ പെയിൻ സൺറൂഫ് തന്നെയാണ് നമുക്കിപ്പോൾ ബേസ് മോഡലും കൊടുത്തിരിക്കുന്നത്. അഗെയിൻ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഓവർ വീംസ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്, അങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻസും കിട്ടുന്നുണ്ട്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഇതിൽ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് മോശമെന്ന് തോന്നുന്ന സംഭവങ്ങളൊന്നും അധികമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോ ഡിമിങ് അയർ വീംസ് ഇതിനകത്ത് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. അത് ഫ്രെയിംലെസ് ആ ഒരു ടൈപ്പ് IR വീംസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് ആണെങ്കിലും 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അഗൈൻ അതിൻ്റെ ഫിനിഷിംഗ് അത്യാവശ്യം നല്ലതാണ്. ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കാം. നമുക്ക് ടോപ്പിൽ കിട്ടുന്ന പോലെ ഒരുപാട് ഭയങ്കര ഫാൻസി മെറ്റീരിയൽസ് ഒന്നുമില്ല. അതായത് ഗ്ലോസി ബ്ലാക്ക്, പിന്നെന്താ 12 ടോൺ ഫിനിഷ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു മോണോട്ടോൺ, ഒരു ഗ്രേ പോലത്തെ മെറ്റീരിയലാണ്. ആൻഡ് അതിൻ്റെ അകത്ത് ഇപ്പം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ക്രേക്കിംഗ് സൗണ്ട് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റിന് പറ്റിയ ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടില്ല എന്നുള്ളൂ. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇതിനകത്ത് അവൈലബിൾ അല്ല. നോർമലായിട്ട് കീട്ട് തന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ അത്രയൊക്കെ ഫീച്ചേഴ്സ് അത് കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ലെതർ റാപ്ഡ് ഒന്നും അല്ലാന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രൂസ് കൺട്രോൾ അതും ബേസ് മോഡലും വലിയൊരു കൊടുക്കുന്നുണ്ട്. മിക്ക വാഹനങ്ങളിലും ഇല്ലാത്ത ഫീച്ചറാണ്. ഈ അടുത്തിപ്പോൾ സെൽട്ടോസിൻ്റെ ഒക്കെ ബേസ് മോഡൽ അവർ കുറേ ഫീച്ചേഴ്സ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ അകത്തുള്ള അത്രയും ഫീച്ചേഴ്സ് ഇപ്പോഴും സെൽട്ടോസിലും വരുന്നില്ല. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കിട്ടുന്നത്. അതായത് ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്, എല്ലാ സംഭവങ്ങളും അനലോഗ് ആണ്. പക്ഷെ നടുവിൽ നമുക്കൊരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് പണ്ടത്തെ ഇവരുടെ ബേസ് മോഡൽ ഉണ്ടായിരുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ കാണാൻ അത്ര മോശമൊന്നുമല്ല. അനലോഗ് ടൈൽസ് ഒക്കെ ഇപ്പം വളരെ റെയറായിട്ടാണ് നമുക്ക് വണ്ടികളിൽ കിട്ടുന്നത്. സോ ഇതും എനിക്കത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പുതിയതല്ല 8 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ കിട്ടും. പുതിയ 10.25 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകേണ്ടി വരും. ഇനി അടുത്ത ടച്ച് സ്ക്രീനാണ്. മിക്ക കമ്പനികളും ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ സ്ക്രീനെ കൊടുക്കാറില്ല. നമ്മുടെ പുതിയ സെൽട്ടോസിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വണ്ടിയിലും സ്ക്രീൻ അവൈലബിൾ ആണ്. ചെറിയൊരു സ്ക്രീനാണ്, 7 ഇഞ്ചാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ കുറച്ചുകൊണ്ട് വലിയ സൈസുള്ള സ്ക്രീനൊക്കെ കിട്ടും. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ കിട്ടും. ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, പക്ഷേ അത് വയേർഡ് കണക്ടിവിറ്റി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ സ്ക്രീനിൻ്റെ സൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബെസലാണ് നമുക്ക് സൈഡിൽ വരുന്നത്. കാണുമ്പോൾ അത്ര ഭയങ്കര ഒരു രസമുള്ള സ്ക്രീനൊന്നും അല്ല. പിന്നെ മാറ്റ് ഫിനിഷിലാണ് അവർ ബെസൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട്
അതും കാണാൻ വലിയ സുഖമില്ല. ഗ്ലോസി ആയിരുന്നു പിന്നെയും ആ ഒരു നല്ലൊരു പ്രീമിയം ടച്ച് വന്നേനെ. ഈ വണ്ടിയിൽ ഡാഷ്ബോർഡിൽ എവിടെയും ഗ്ലോസി ബ്ലാക്ക് വരുന്നില്ല. ഇനി അടുത്ത സംഭവം നമ്മുടെ ഓട്ടോ എ സി ആണ്. യെസ്, അതും അവർ ഫൈനലി ബേസ് മോഡൽ പോലെ കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇതിൻ്റെ സെക്കൻഡ് ബേസിൽ പോലും കൊടുക്കേണ്ടിരുന്ന സാധനമായിരുന്നു ഈ ഓട്ടോ എ സി ഒക്കെ. അതും ഇടയ്ക്കൊരു സമയത്ത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന് ഷോർട്ടേജ് ഒക്കെ വന്നപ്പം അവർ സെക്കൻഡ് ബേസിലും പിന്നെ മിഡിൽ വേരിയൻറ്റിലും എല്ലാത്തിലും ഈ സാധനം ഓപ്ഷനിലാക്കി, ചിലതിനെടുത്ത് കളഞ്ഞു, വെർട്ടസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ബേസ് മോഡൽ പോലെ ഈ ഒരു സംഭവം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതും അഗൈൻ ഒരു ഗംഭീര ഫീച്ചർ തന്നെയായിട്ട് പറയും ബേസ് മോഡലിൽ കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. ആൻഡ് അത് കുഴപ്പമൊന്നുമില്ല, കാരണം ബേസ് മോഡലാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിന് ടോപ്പിൻ്റെ പോലും വന്നിട്ടില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വയർലെസ് ചാർജറൊന്നും ബേസ് മോഡലായതുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അഗൈൻ അതൊരു പ്രശ്നമല്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ട്രാക്ഷൻ കൺട്രോൾ, TPMS, ബാക്കിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട്. ഫ്രണ്ടിൽ ഓപ്ഷണൽ പാർക്കിംഗ് സെൻസർ വേണമെങ്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ പിന്നെന്താ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ് ഈ വണ്ടിയിൽ. ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത സാധനം ഇതിൻ്റെ ക്യാബിൻ ലാമ്പാണ്. ക്യാബിൻ ലാമ്പിലൊക്കെ എന്താ നിങ്ങൾ ചോദിക്കായിരിക്കും. പക്ഷേ ബേസ് മോഡൽ പോലെ നമുക്ക് LED ക്യാബിൻ ലാമ്പാണ് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചീപ്പ് ക്യാബിൻ ലാമ്പുകൾ ചില കമ്പനികൾ ബേസ് മോഡലൊക്കെ കൊടുക്കാറുണ്ട്. ഈ വണ്ടിയിൽ വെച്ച് നമുക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത്രയെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വളരെ കൂടുതലാണ് ഈ സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടിയുടെ ബേസ് മോഡൽ എന്ന് പറയുമ്പം. ഇനി ഇതിനെ പുറമെ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്. അതാണ് ട്രാൻസ്മിഷനിൽ ബേസ് മോഡൽ മുതൽ തന്നെ ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്. ഇപ്രാവശ്യം സ്കോഡ ഒരു പിശുക്കും വരുത്തിയിട്ടില്ല. സാധാരണ എല്ലാവരും ബേസ് മോഡൽ മാനുവൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ സെഗ്മെൻറ്റിലുള്ള ഏത് വണ്ടി എടുത്താലും നമുക്ക് ബേസ് മോഡൽ മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ബേസ് മോഡൽ മുതൽ 1 ലിറ്റർ TSI ആണ് വരുന്നത്. 115 PS പവർ, 178 ടോർക്കൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവരുടെ പുതിയ 8 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ 6 സ്പീഡ് മാനുവൽ കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി, കാരണം ബേസ് മോഡൽ പ്രൈസ് കുറച്ച് വെക്കണം. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പം മറ്റേ ഓട്ടോമാറ്റിക് എടുക്കണമെന്നുണ്ടെങ്കിൽ മിഡിൽ വേരിയൻറ്റിൽ പോകണം, അങ്ങനത്തെ പ്രശ്നമൊന്നും ഈ വണ്ടിയിലില്ല. ഇനിയിപ്പോൾ കളേഴ്സ് ആണെങ്കിലും ബേസ് മോഡലാണെന്ന് പറഞ്ഞാൽ അത്ര കോംപ്രമൈസ്ഡ് ഒന്നല്ല. 5 കളേഴ്സ് കിട്ടുന്നുണ്ട്. ചെറിയ റെഡ് ഉണ്ട്, ലാവാ ബ്ലൂ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, അതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു ഗ്രേ പോലത്തെ കളറുണ്ട്. ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. അഗൈൻ നല്ലതാണ്. ഇവർ ബേസിക്കലി പുതിയ കുഷാക്കുണ്ട്. ടോപ്പ് മോഡലൊക്കെ നമുക്ക് ബാക്കിൽ മസാജ് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എക്സ്ക്ലൂസിവിറ്റി ഒന്നും ടോപ്പ് ആൻഡ് വേരിയൻസിൽ പറയാനില്ല. 1.5 TSI അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും ഇപ്രാവശ്യം കൂടുതലും സ്കോഡ ബേസ് മോഡൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം കയ്യിലേക്ക് വെച്ചവർ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിനെ ബേസിക് എൻട്രി ലെവൽ വേരിയൻറ്റിൽ നിന്നൊക്കെ പിടിക്കുന്നുണ്ട്. ടോപ്പ് എൻഡും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടി വെച്ച് അവർക്ക് ഇനിയും ഏകദേശം ഒരു 15 lakhs താഴത്തെ സെഗ്മെൻറ്റും കൂടെ പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അവരും വിചാരിച്ച് കാണുമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ വന്നിട്ടില്ല. എന്നാലൊരു 11.99 lakhs എങ്കിലും സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇതിൻ്റെ ബേസ് മോഡൽ മാനുവൽ വേരിയൻ്റ് അവർക്ക് എക്സ്ഷോറൂം എങ്കിലും ഇറക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല പ്രൈസ് ആയിരിക്കും. അതിലും താഴെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ജാക്ക്പോട്ടാണ്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ആൻഡ് പ്രൈസും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറവായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. സോ ഇതാണ് എനിക്കിപ്പോൾ നമ്മുടെ ഇതിൻ്റെ പുതിയ കുഷാക്ക് ബേസ് മോഡലിനെ പറ്റി പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.